വെൽനസിന്റെ പുതിയ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പ്രോബയോട്ടിക് G+ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രോബയോട്ടിക് എന്നുള്ളത് എന്താണ്? ഈ പ്രോബയോട്ടിക് എന്നുള്ളത് നമ്മൾ ഈ പ്രോബയോട്ടിക് ചേരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടോ? പ്രോബയോട്ടിക് US-ൽ വന്നിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് അവിടെ മൂന്നാമത്, ഞാനിപ്പം ന്യൂട്രി ലൈഫിന്റെ കാര്യം പറഞ്ഞു, പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം പറഞ്ഞു, സ്പൈറുലിന ഗോൾഡിന്റെ കാര്യം, 95 ഒക്കെ നമ്മൾ നോക്കി. ഇതൊക്കെ സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു അല്ലെ, സപ്ലിമെന്റ്സ് ആയിരുന്നു ഇവയെല്ലാം. അപ്പം US-ൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു മൂന്നാമതായിട്ട് ഏറ്റവും അധികം വിറ്റഴിഞ്ഞു പോകുന്ന സപ്ലിമെന്റ്സ്, അതായത് വൈറ്റമിൻസിനും മിനറൽസിനും ശേഷം മൂന്നാമതായിട്ട് മാർക്കറ്റിൽ വളരെ വ്യാപകമായിട്ട് വിറ്റഴിഞ്ഞു പോകുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു പ്രോബയോട്ടിക് ചേരുന്ന പ്രൊഡക്റ്റ്. അപ്പൊ എന്തിനാണ് ഈ പ്രോബയോട്ടിക് നമുക്ക് ആവശ്യമുണ്ടോ? പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്ടീരിയാസ് നമുക്ക് വേണോ? ബാക്ടീരിയാസ് മൂലല്ലേ നമുക്ക് ഓരോരോ രോഗങ്ങളൊക്കെ വരുന്നത്. ആ ബാക്ടീരിയാസിനെ നമ്മൾ അകത്തേക്ക് കഴിച്ചാൽ നമുക്ക് വീണ്ടും രോഗങ്ങൾ വരില്ലേ? വരുമോ? ഇല്ല. നമ്മളുടെ ശരീരത്തിലെ ട്രില്യൺസ് ഓഫ് കോടിക്കണക്കിന് ബാക്ടീരിയാസ്, ഹെൽത്തി ബാക്ടീരിയാസ്, നമ്മൾക്ക് ആരോഗ്യം തരുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ പഠനങ്ങൾ പറയുന്നത് ഈ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിന്റെ അഭാവത്തിലാണ് സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ലൈക്കൻസ് പ്ലാനസ്, സ്കിന്നിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ളവയ്ക്ക് ഒരു കാരണം എന്ന് പറയുന്നത്. ഞാൻ ഫ്രീ റാഡിക്കൽസിന്റെ സമയത്തും പറഞ്ഞിരുന്നു, ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. മറ്റൊരു കാരണമാണ് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിന്റെ അഭാവത്തിൽ. ഈ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്ക് ഹെൽത്ത്, രോഗപ്രതിരോധ ശേഷി നൽകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസ് ആണ്. ഈ ഹെൽത്തി ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയുണ്ട്? നമ്മുടെ സ്കിന്നിലുണ്ട്, നമ്മുടെ മൂക്കിലുണ്ട്, നമ്മളുടെ കണ്ണിലുണ്ട്, നമ്മളുടെ വായിലുണ്ട്, നമ്മളുടെ തൊണ്ടയിലുണ്ട്, നമ്മളുടെ ആമാശയത്തിലുണ്ട്. ഏറ്റവും അധികം ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉള്ളത് നമ്മുടെ കോളോണിലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഏറ്റവും അധികമായിട്ടുള്ള ബാക്ടീരിയാസ് ഉള്ളത്. അപ്പം ഇവ കോളനി ആയിട്ട് ഒരുപാട് ബാക്ടീരിയാസ് വളർന്ന് നമ്മളുടെ ദഹനം കൃത്യമാക്കി കൊണ്ടുപോകുന്നു. നമ്മൾ ഈ കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, ഇമ്മ്യൂണോ 3+ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഒന്നുകൂടി കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ആമാശയത്തിലൊക്കെയുള്ള ബാക്ടീരിയാസ്. ഇപ്പൊ നമ്മൾ ആയുശ്വാസം എടുക്കുന്നത്, ഇപ്പൊ തൊണ്ടയിലൊക്കെ എന്തുണ്ട്? ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. അതിന്റെ പ്രവർത്തനവും കൃത്യമാകണം. അല്ലാതെ നമ്മൾ ഈ ആയുശ്വാസം ഒക്കെ കഴിച്ചത് കൊണ്ടും കാര്യമില്ല. മൂക്കിലുള്ളത് ബാക്ടീരിയാസും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇവയുടെ പ്രവർത്തനവും എന്താകണം? കൃത്യമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കണം. അതിനായിട്ടുള്ള സപ്ലിമെന്റ് ആണ് നമ്മളുടെ മാർക്കറ്റിൽ. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പ്രോബയോട്ടിക് G+. അപ്പൊ പ്രോബയോട്ടിക്കിലൂടെ എന്താണ് തരുന്നത്? ഹെൽത്തി ബാക്ടീരിയാസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ ഹെൽത്തി ബാക്ടീരിയസ്, ഈ പ്രോബയോട്ടിക് ഹെൽത്തി ബാക്ടീരിയാസ് ഉള്ള ഭക്ഷണം അല്ലാതെയുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടോ? ആ, തൈരില് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. പുളിച്ചു വരുന്നതിലൊക്കെ ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. നമ്മളുടെ ഇഡലി, ദോശ അതൊക്കെ പുളിപ്പിച്ചിട്ടല്ലേ വരുന്നത്. അച്ചാർ ഇപ്പോഴേ ഉണ്ടാക്കുന്ന അച്ചാറല്ല, പണ്ട് കാലങ്ങളിൽ വിനാഗിരി ഒന്നും ഇല്ലാതെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു പുളിച്ചിട്ട് വരുന്ന അച്ചാറുകളിൽ, വൈന് ഒക്കെ, മുന്തിരിങ്ങയൊക്കെ ഇടുന്ന വൈന്, അതിലൊക്കെ എന്തുണ്ട്? നമ്മളുടെ ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. പഴങ്കഞ്ഞി, അതൊക്കെ ഹയസ്റ്റ് റിച്ച് സോഴ്സ് ഓഫ് എന്താണ്? പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിലെല്ലാം മായമാണ് അല്ലെ. നമ്മൾ പഴങ്കഞ്ഞി കുടിക്കലുണ്ടോ? വളരെ ചെറിയ ശതമാനത്തോളം ആൾക്കാരായിരിക്കാം കഴിക്കുന്നത്. പണ്ട് അവർക്ക് വേറെ ഒരു സപ്ലിമെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറ് കഴിച്ച് വളർന്നവരാണ്, പഴങ്കഞ്ഞി കുടിക്കുന്നവരായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര് നമ്മൾ തന്നെ കഴിക്കുന്ന പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഹെൽത്തി ബാക്ടീരിയാസ്. പക്ഷെ അതൊക്കെ നശിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ആന്റിബയോട്ടിക്സ്, ഇപ്പം എന്താണ്, ഓരോ അസുഖം, ഇപ്പൊ പനി വരുമ്പോൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ ദീർഘകാലങ്ങളായി കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആമാശയത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസിനെ അത് നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്നും ഒരു സപ്ലിമെന്റ് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ തീർത്തും യോജിച്ചതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പ്രോബയോട്ടിക് G+.